നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ കളർഫുൾ ആക്കാൻ രണ്ട് കിടിലൻ ഗസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരെ കുറിച്ച് ഒരുപാട് നമുക്ക് വിശേഷങ്ങൾ കേൾക്കാൻ എപ്പോഴും താല്പര്യമുള്ള രണ്ട് കപ്പിൾസ് ആണ്. ഡാൻസേഴ്സ് ആണ്, അതുപോലെ ടിക്ടോക്ക് വീഡിയോസ് ചെയ്ത് ഒരുപാട് വൈറൽ വീഡിയോസ് ചെയ്ത രണ്ട് വ്യക്തികളാണ്. ശരിക്കും ഒരു കലാ കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ എന്തായാലും വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അർജുൻ ആൻഡ് സൗഭാഗ്യ. സ്വാഗതം. ഞാൻ ആദ്യം തന്നെ എന്റെ ഇൻട്രോയിൽ പറഞ്ഞു രണ്ട് കിടിലൻ ഗസ്റ്റുകളെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. കാരണം എപ്പോഴും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ടിക്ടോക്ക് വീഡിയോസ് ആണെങ്കിലും നിങ്ങളല്ലാതെ സൗഭാഗ്യ പിന്നെ അറിയാലോ ആദ്യം മുതൽ ഡബ് സ്മാഷിന്റെ ആളാണ്. അപ്പൊ അതൊക്കെ കാണാൻ എപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ രണ്ടുപേരെ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്റെ പ്രേക്ഷകർ കുറെ കൂടി സന്തോഷിക്കുമല്ലോ. അതാണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചത്. വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും ഇരുന്ന് സംസാരിക്കാം. റെഡി അല്ലേ? അപ്പോ സൗഭാഗ്യ, അർജുൻ, ഞാൻ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോസ് ഒക്കെയാണ് ഓർമ്മ വന്നത്. കുറെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മുടെ കേരളം ആകെ സ്തംഭിച്ചു അല്ലേ? കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയി. പറയൂ, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനുശേഷം ലോക്ക്ഡൌൺ ആയി, അപ്പൊ കുറെ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടി. എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇപ്പൊ മുന്നോട്ട് കിട്ടിയില്ല? ആ സമയത്ത് നിങ്ങൾ എവിടെ പോയി? ലോക്ക്ഡൌൺ വന്നപ്പോഴേക്കാണ് ചേട്ടൻ വർക്കിന് പോയത്. ഓ ശരി, അപ്പൊ കിട്ടിയില്ല. 2 months ഒക്കെ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ നിങ്ങളുടെ യാത്രകളൊക്കെയോ? ഞങ്ങൾ വീട്ടിന്റെ അകത്ത് എന്റെ അടുത്ത് അന്ന് വിളിച്ചപ്പോ പറഞ്ഞല്ലേ, ഞങ്ങൾ എന്തോ വീഡിയോ ഗെയിം കളിക്കും, ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ഞങ്ങൾ താഴത്തെ റൂമിൽ നമ്മൾ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മുകളിലത്തെ റൂമിൽ നമ്മൾ താഴോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് ഭയങ്കര യാത്രയായിരുന്നു. ഭയങ്കര യാത്ര. അതിന് മുമ്പ് വേറൊരു വിശേഷം ഞാൻ പറയട്ടെ. കൺഗ്രാറ്റുലേഷൻസ്, ഒരു അമ്മയാവാൻ പോകുന്നു, അച്ഛനാവാൻ പോകുന്നു. ഭയങ്കര വലിയ വിശേഷമല്ലേ അത്? അത് ശരി. അപ്പൊ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് 3 പേർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോ ശരിക്കും അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഒരു മെച്യൂരിറ്റി ഇങ്ങനെ ഇല്ലാതെ നിങ്ങൾ ഇപ്പോഴും മെച്യൂരിറ്റി അല്ല വേണ്ടത്, പാരന്റ്ഹുഡ് ആണ് വേണ്ടത്. കൊച്ചി എനിക്ക് ഇങ്ങനെ ഇരിക്കല്ലോ, നമ്മൾ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? നോക്കണം. അതൊക്കെ നോക്കുവോ? പിന്നെ ഈ താടിയൊക്കെ അപ്പൊ ശരിക്കും കാര്യമുള്ള കാര്യത്തിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു വെറുതെ ഷോയ്ക്ക് കുറച്ച് മെച്യൂരിറ്റിക്ക് വേണ്ടിട്ടായിരിക്കും. മെച്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നില്ലെന്നേ ഉള്ളല്ലേ. എങ്ങനെ അർജുൻ മെച്യൂരിറ്റി ഒക്കെ കാണും? കാരണം അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക്. ചിലവരെ കാണുമ്പോൾ ഇങ്ങനെ ഗുഗുളു എന്ന് തോന്നും. അങ്ങനെയാണ് സൗഭാഗ്യം അർജുനും. അർജുൻ എങ്ങനെയാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഓവർ കെയറിങ് ആണോ? ഇപ്പൊ എന്താ വിളിക്കുന്നത്? സക്കുട്ടി അനങ്ങരുത്, സക്കുട്ടി കിടക്കരുത്, നടക്കരുത്, അങ്ങനെയൊക്കെ പറയോ? ഇതിന്റെ അടുത്താ എനിക്ക് വേറെ ഞാൻ പലതും കേൾക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞ അനുസരിച്ച് ഭാര്യയാണോ? അല്ല, ഇങ്ങനെ കഴിച്ചാൽ കൊള്ളാം എന്ന് പറയും. അല്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഫുൾ മറ്റേ നോസിയ, വോമിറ്റിംഗ്. ഇപ്പൊ നമ്മൾ എന്തോന്നും പറയാൻ പറ്റും? ഞാനും കുറച്ച് ബോർ. രാത്രി മസാല ദോശ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, രാവിലെ പോലും പറയാനില്ല. ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്ത് മസാല ദോശ. എല്ലാരും വീട്ടിൽ ഹലോ എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് മസാല ദോശ കഴിക്കുന്നത്. എനിക്ക് ഇതുവരെ ആയിട്ടും ഇങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഒരു കാര്യം കഴിക്കാൻ തോന്നുന്നില്ല. പച്ചമാങ്ങ, പുളി, ചാമ്പയ്ക്ക, ഇതൊക്കെ ആൾക്കാർ കൊണ്ടുവരും. ഇത് ഞാനും പിള്ളേരും ഒക്കെ വീട്ടിൽ ഇരുന്ന് മസാല ദോശ കൊണ്ടുവരുമ്പോഴേ ഞാൻ എനിക്ക് വേണ്ടായിരുന്നു മസാല. പാവമാ, ഒരു ഭർത്താവിന്റെ ഒരു ഇതാണ് ഒരു മസാല ദോശ മേടിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ചും കൂടി ഫുഡൊക്കെ കാട്ടിലും ഇപ്പൊ ഒരു പപ്പിയെ മേടിച്ച് വളർത്തുക, അതൊക്കെയാണ് എനിക്ക് ചെറിയ ആഗ്രഹങ്ങൾ. ഒരു പപ്പി, ഒരു ബൈക്ക്, ഒരു കാറ്, അത്രയൊക്കെ ഉള്ളു. അർജുനാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇപ്പൊ പറ്റണയില്ല. ഈ ലോക്ക്ഡൌൺ ആയപ്പോ തന്നെ എനിക്ക് മറ്റേ യാത്ര ചെയ്തില്ലെങ്കിലും ഭയങ്കര എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന ഒരാളാണ്. എപ്പോഴും കിട്ടത്തേ ഇല്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ എപ്പോഴും വന്നോണ്ടും ഇരിക്കും. കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രോഗ്രാം കാണുമ്പോഴേക്കും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇനി വരരുത്. ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് നിങ്ങൾ ഇപ്പോ ഇങ്ങനത്തെ ഒരു ഹാപ്പി ന്യൂസ് നമ്മള് പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ട് സൗഭാഗ്യം ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞു കാണുമല്ലോ, ഇല്ലേ? നീ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. അതൊക്കെ പറഞ്ഞ് ആ ഒരു റൊമാൻറ്റിക് മൂഡ് നമുക്ക് ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. സിനിമ കണ്ടോലെ കാണിച്ചാൽ സിനിമ വേണ്ട, ഒറിജിനൽ കേട്ടോ. അർജുൻ റെഡി? സൗഭാഗ്യ റെഡി? ഓക്കെ, അപ്പൊ റെഡി, മ്യൂസിക്. ഞാൻ വീട്ടിൽ വിളിക്കുന്ന പേര് വിളിക്കട്ടെ? ചിപ്പി. ചിപ്പി എന്ന് വിളിച്ചാ
നീട്ടിക്കളയും. ഇങ്ങനെ കൊച്ചേട്ടൊന്നും അല്ല, നീട്ടി വിളിക്കും. നമ്മളെപ്പോഴും റിയൽ ആയിട്ടിരിക്കുന്നത്. എനിക്ക് അർജുൻ ചേട്ടാ എന്നൊക്കെ വിളിക്കാൻ പറ്റും. ഇനി ഞാൻ ചിരിക്കൂല. ഇപ്പൊ മനസ്സിലായി ചിപ്പി എന്റെ തല കയറി. ഇനി ഞാൻ ചിരിക്കൂല. ഓക്കെ ചിപ്പി ഏ? പോയിക്ക്. ശരിക്കും ആ. അടിപൊളി അടിപൊളി. അതിന്റെ ഇടയ്ക്ക് അർജുൻ പറയാണ്, പെണ്ണ് നിന്റെ സിങ്ക് ഒക്കെ പോയി തോന്നുന്നു. അത് ഞാൻ ഇങ്ങനെ കൈ കാണിച്ചേ. പണ്ട് അതായത് ഇവര് എന്റെ വെയിറ്റ് പിടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ പുതിയ രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പൊ ഇവ സാധാരണ പോലെയല്ല. ഇപ്പൊ ഒരു അമ്മയാണ്. അമ്മ മനസ്സെന്ന് പറഞ്ഞാൽ വേറെ പല ചിന്തകളുണ്ട്. നിങ്ങൾ അമ്മ മനസ്സിൽ ഭർത്താവിനടുത്തുള്ള സിങ്ക് വിടലെന്നാണ്. പിന്നെ ഒരു ഡാൻസ് സ്റ്റെപ്പിൽ അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. അതെ 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 അതെ. ശരി 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 ചിപ്പി. ശരി ശരി ചിപ്പി, ഞാൻ ഈ ചിപ്പി എന്നുള്ള പേര് സൗഭാഗ്യ സ്വന്തമായിട്ട് ഈ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളതായ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അങ്ങനെ തോന്നണമല്ലോ. അത് എങ്ങനെയാണ് ഈ ചിപ്പി എന്നുള്ള പേര് വന്നത്? എന്റെ ഓർമ്മയില് എന്റെ ഓർമ്മയില് അത് തന്നെ കറക്റ്റ്. ഞാൻ ഇങ്ങനെ എന്തൊന്നൊക്കെയോ പറഞ്ഞ ഈ മറ്റേ നമ്മളെ നാടൻ ബ്രീഡ്സിനെ കീപ്പ് ചെയ്യണമെന്നൊക്കെ ഡോഗ്സിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ അത് ഈ കാണുന്ന റോഡിൽ കാണുന്ന നാടൻ ബ്രീഡൊന്നും അല്ല. ഇതൊക്കെ മറ്റേ ഈ ബ്രിട്ടീഷ് കോളനൈസേഷന്റെ സമയത്ത് പുറത്തായ കുറെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഇന്റർ ബ്രീഡൊക്കെ ഉള്ളതാണ് ഈ റോഡിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയും. ഫോർ എക്സാമ്പിൾ ചിപ്പിപ്പാറ എന്ന് പറഞ്ഞു. ചിപ്പിപ്പാറ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിപ്പിപ്പാറ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ചിപ്പിപ്പാറ ചിരിച്ചോണ്ടിരിക്കണ പോലെ തോന്നി. അപ്പൊ ഈ സെക്യൂരിറ്റി പറഞ്ഞു, അയ്യോ ഇതിന്റെ ശരിക്കുള്ള പേര് ചിപ്പിപ്പാറയെന്നാ. അയ്യോ ചിപ്പി. ഞാൻ ഇനി ചേട്ടനെ ചിപ്പി എന്ന് വിളിക്കുള്ളൂ. അന്ന് അങ്ങനെ തീരുമാനിച്ചാണ് ഈ ചിപ്പി എന്നുള്ളത്. ഈ അർജുൻ ഏത് ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? വെസ്റ്റേണോ? അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. സൗഭാഗ്യോ? എനിക്ക് ചേട്ടൻ കൂടുതൽ ക്ലാസിക്കൽ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം. പക്ഷെ ക്ലാസിക്കൽ ചെയ്ത വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരിക്കുന്ന കുറവാണ്. എനിക്ക് പേടി ക്ലാസിക്കൽ കുറെ നാൾ മുമ്പ് നിർത്തിയതാണ്. അപ്പം ഇപ്പം വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തതിന് ശേഷം മറ്റേ പഴയതുപോലെ പോവോ ചെയ്യോ ഓവർ കോൺഷ്യസ് ആവും. മറ്റേ ഞാൻ ക്ലാസിക്കൽ ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിടും. നീയാ? എനിക്ക് അതുകൊണ്ടും കൂടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിട്ടുണ്ട്. എന്നാ ഇത് തന്നെ നോർമലി എല്ലാരും അങ്ങ് തീരുമാനിക്കില്ല ക്ലാസിക്കൽ ചെയ്താൽ ഫെമിനിൻ ആയി പോകുന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല. അല്ലാതെ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് ചിപ്പി. ഉത്തമ ഉദാഹരണമല്ല, വൺ ഓഫ് ദ ഉദാഹരണമാണ് ചിപ്പി. ചിപ്പി ഗെയിംസ് കളിക്കാൻ, ഈ വീഡിയോ ഗെയിംസ് അങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. റിബൺ വെച്ചിട്ട് ഗെയിം കളിക്കാറുണ്ടോ? റിബണോ? റിബൺ കെട്ടി സ്കൂളിൽ പോയിട്ടുണ്ടോ? റിബൺ കെട്ടി പോയിട്ടുണ്ട്. ആ റിബൺ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഗെയിം ആയിട്ട് അത് എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടോ? മുടിയിൽ കെട്ടിയ റിബൺ മുടി തന്നെ ഇരിക്കും. അലുവേണ് ഇങ്ങോട്ട് വരാൻ പോണല്ലേ? അതെ, എനിക്ക് മനസ്സിലായി. അങ്ങനെ സൗഭാഗ്യ വീട്ടിൽ റിബണേ ഇല്ലായിരുന്നു. റിബൺ ഇല്ലല്ലോ. റിബൺ ഇല്ലാത്തവർക്ക് പറ്റിയ ഗെയിമാണിത്. റിബൺ കെട്ടിയവർക്ക് അവർ കെട്ടുന്നത് ഇതുവരെ അഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ അവർ അഴിച്ചു നോക്കിയിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇത് റിബൺ വെച്ചുള്ള ഗെയിമാണ് വരാൻ പോകുന്നത്. യെസ്, റിബൺ വെച്ചുള്ള ഒരു കിടിലൻ ഗെയിമാണ്. ഒട്ടും പാടില്ല, ഭയങ്കര സിമ്പിൾ ആണ്. റെഡി? പറയുമ്പോ എനിക്കൊരു ഞാൻ അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യൂ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് ഞാൻ എപ്പോഴും കണ്ടപ്പോ ചെയ്യിപ്പിച്ച ഞാൻ ചില സമയത്ത് അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്റെ ഡാർലിങ്സ് അല്ലേ, നിങ്ങളോട് ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇത് അർജുനും സൗഭാഗ്യം കളിക്കാൻ പോകുന്ന ഗെയിമാണിത്, റിബൺ ഗെയിം. മനസ്സിലായോ? എനിക്ക് എല്ലോ മതി. എന്താ ഇതൊരു വൃത്തിയില്ല. ഓഹോ, അപ്പൊ വൃത്തിയില്ലാത്ത സക്കുട്ടിക്ക് ഇരിക്കട്ടെ അല്ലേ? സക്കുട്ടി റെഡ് പിടിച്ചോ. ഈ അർജുൻ ഇവിടെ പറയാണ്, ഞാൻ സ്കൂളിൽ ഒരുപാട് പെമ്പിള്ളേര് റിബൺ അഴിച്ചിട്ടുണ്ടെന്ന്. പറഞ്ഞു റിബൺ അല്ലേ? അത് കുഴപ്പമില്ല, വേറെ ഒന്നല്ല. അപ്പൊ ആ കഴിവ് ഇവിടെ തെളിയിക്കണം. അതായത് ഞാൻ ഈ റിബണിന്റെ ഇതുണ്ടോ, ഇതിങ്ങനെ താഴെ വെക്കും. എന്നിട്ട് ഈ റിബണിന്റെ ഇങ്ങനെ ഈ അറ്റം കയ്യിൽ തരും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ ഫുൾ
ടൈമുണ്ടോ ടൈമുണ്ട്. ബസർ ടു ബസർ ആണോ? അല്ല, 1 മിനിറ്റ് സമയത്തിൽ ഇത് തീർക്കണം. അപ്പോ അർജുൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ ഗെയിം എന്തായി തീരും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. പിന്നെ മ്യൂസിക്. എന്തത്? ഒരു ലാലേട്ടനെ പോലെ ഒരു ചെരിവ്. നീ പോടാ മോനെ ദിനേശ. ടൈം ഔട്ട്. എന്തോ എങ്ങനെ നീ കണക്ക് ഓടിച്ചിട്ടുണ്ടോ? 1 മിനിറ്റ് അറിയാം. സമയം തീർന്നു. കടച്ചിലല്ല കൈപ്പണിയാ കൈപ്പണി. പോരട്ടെ അങ്ങനെ തന്നെ. ഇനി സമയമൊക്കെ നിങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? മതി. ഒരു 30 സെക്കൻഡിലായിരുന്നു ഞാൻ സമ്മതിച്ചത്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഒരു രാജാവൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട്. തൂണിലും തുരുമ്പിലും എന്തായിരുന്നു എല്ലായിടത്തും ഈ മൂലം തിരുനാൾ സുരേഷ് കുമാർ കാണും. സൗഭാഗ്യയുടെ സമയം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. റെഡി? ഇല്ല, ഞാൻ റെഡി ആയി. സംഭവം അറിഞ്ഞു, എനിക്ക് മനസ്സിലായി. ചക്കൂട്ടി ഇപ്പോഴേ തോക്കണായിട്ട് സമ്മതിക്കണം നല്ലത്. ചുമ്മാ ചേട്ടാ. അയ്യ തിരിഞ്ഞു വന്നു. ഇല്ല, ഇത് എന്റെ ടെക്നിക്കാണ്. റെഡി? ടെക്നിക്. റെഡി? 1 2 3 മ്യൂസിക്. വരും. അങ്ങനെ തന്നെ. രണ്ട് കൈയൊക്കെ ഉപയോഗിച്ച് ഫോളോ. അയ്യോ അല്ല, ഗർഭിണികൾക്ക് ഇത്തിരി പൗളൊക്കെ ആവാം. അതന്നെ നേരെ നിൽക്ക്, എപ്പോഴല്ലേ ഇത് വരുവുള്ളൂ. റെഡി. അശോകന് ക്ഷീണമാകാം. എനിക്ക് കൂടുതലുണ്ട്. ചക്കൂട്ടി ഞാൻ പറഞ്ഞേ, ഇങ്ങോട്ട് നോക്ക്. എടുത്ത്. വെരി ഗുഡ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജയിച്ചിരിക്കുന്നു. സൗഭാഗ്യ ജയിച്ചിരിക്കുകയാണ്. വെറും 25 സെക്കൻഡ്സ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഞാൻ എല്ലാത്തിനും ജയിക്കുമെന്ന്. ഞാൻ അങ്ങനെ ചുമ്മാ ഒരു ചാൻസ് കൊടുത്തതാണ്. പിന്നെ ഇവിടെ നിന്ന് ഭയങ്കര ശ്രമമായിരുന്നു. അതെ. എന്റെ പരിശ്രമം കൊണ്ട് ജയിച്ചതാ. വെള്ള പരിശ്രമം. അപ്പോ ഈ ഒരു ഗെയിമില് ഭർത്താവായ അർജുൻ ഇങ്ങനെ തോറ്റു. ഭാര്യ വിൻസ് അല്ലേ? ഭാര്യ വിൻസ് ആൻഡ് Husband ഭർത്താവ് ലൂസ്. അവർ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചാണോ അർജുന് ചിരിക്കണോ കരയണോ ഒന്നും അറിയാതെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ ചിരിക്കുക. അതെ, സൗഭാഗ്യ ഫുൾ ചിരിയാണ്. സൗഭാഗ്യ ഒരു സമ്മാനം ഉണ്ട്, അത് ഞാൻ കൊടുക്കാം. ഇതാണ് സൗഭാഗ്യയുടെ സമ്മാനം. ഗർഭിണികൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന ഗെയിംസ് കളിക്കും. ഇവളത് ഉരുട്ടി സ്വന്തമായിട്ട് മറ്റേ ഇതിലായി ഇപ്പൊ മറ്റേ ഈ കറങ്ങുന്ന വസ്തുവിലേക്ക് നോക്കുന്നു, കറക്കി. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അപ്പൊ ഇത് അധികം ഉരുട്ടരുത്. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള മിഠായി കഴിച്ചിട്ട് ഇത് എവിടെയെങ്കിലും ഏത് കഴിക്കാൻ പറ്റുന്നതാണോ? ഇത് എവിടെന്നാ തുറക്കുന്നത്? ഇത് നിങ്ങൾ പറഞ്ഞോടത്തില്ല, ഞാൻ മിണ്ടാതെ വെച്ചിരുന്നിട്ട് ഉരുട്ടി കളിച്ചിട്ട് അവിടെ കുറങ്ങുമ്പോ ഞാൻ ഇവിടെ കണ്ട ഇവിടെ. എനിക്ക് നാളെ ചേട്ടാ ഒരു കാര്യം അറിയാമോ, മറ്റേ സൈക്കിളിൽ അകത്തുള്ള ഓരോരോ സാധനം കുറഞ്ഞു പറഞ്ഞേട്ടാ. അത്ഭുതം. ഇനി അർജുനുള്ള പണിഷ്മെന്റ് എന്താണെന്ന് കേൾക്കണ്ടേ? റിബൺ കയ്യിൽ വെച്ചോളൂ. അത് നേരത്തെ പറയാനുള്ളായിരുന്നു പണിഷ്മെന്റ് ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇവിടെ ഒരു വിഷ്വൽ കാണിക്കും. ആ വിഷ്വൽ ആദ്യം നന്നായിട്ട് കണ്ടിട്ട് മനസ്സിലേക്ക് ആവാഹിക്കുക ആ ക്യാരക്ടറിന്. എന്നിട്ട് നമ്മൾ ഓഡിയോ മാത്രം ഇട്ട് തരുമ്പോൾ ആ ക്യാരക്ടറായിട്ട് താങ്കൾ ഇവിടെ ജീവിക്കണം. റെഡി? അപ്പൊ തുടങ്ങായി. ഓൾ ദി ബെസ്റ്റ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അപ്പൊ അർജുൻ, സൗഭാഗ്യ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അർജുൻ ഇപ്പൊ അഭിനയത്തിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് ഇനി സീരിയസ് ആയിട്ട് ഫുൾ ടൈം അഭിനയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? അതോ ഇതിപ്പോ വെറുതെ വന്നപ്പോ ഒരെണ്ണം ചെയ്തു നോക്കിയതാണോ? അങ്ങനെയാണ്, എങ്ങനെ ചെയ്തു നോക്കിയതാണ്. പിന്നെ ഹ്യൂമർ ഇപ്പൊ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തല്ലോ, അത് ചെയ്യാൻ പറ്റും. ഹ്യൂമർ ചെയ്യാൻ ഇഷ്ടമാണ്. കുറച്ച് പാടാണെന്ന് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. റൊമാൻറ്റിക് ഹീറോ അത് വേണ്ട. അത് വേണ്ട. ഹ്യൂമറോ വില്ലനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ റൊമാൻസ് അത് വേണ്ട. അത് വേണ്ട. ഈ അമ്മൂമ്മനെ കുറിച്ചിട്ട് അമ്മൂമ്മ ഇപ്പൊ എന്ത് പറയണോ? വീട്ടില് സുഖമായിട്ടിരിക്കുന്നു. ഈ അമ്മൂമ്മ എങ്ങനെയാണ്? നിങ്ങളുടെ പ്രണയം ആദ്യം കേട്ടപ്പോ അമ്മൂമ്മ സമ്മതിച്ചോ? അതെയോ അമ്മൂമ്മയുടേതായിട്ടുള്ള ചില
ഡിസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അമ്മൂമ്മ അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി. പിന്നെ സമ്മതിക്കുന്നത് ആദ്യം ആരാ കണ്ടുപിടിച്ച, അമ്മയാണോ അമ്മൂമ്മയാണോ? എല്ലാരും അങ്ങ് കണ്ടുപിടിച്ചോ. എല്ലാരും ഒരുമിച്ച് കണ്ടുപിടിച്ചോ? നമ്മള് പ്രേമാവണതിന് മുമ്പ് ആൾക്കാർ പറയും. എല്ലാരും കണ്ടുപിടിച്ചു. അവര് പറഞ്ഞ് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു, എന്നാ പിന്നെ എല്ലാരും പറയുന്ന സ്ഥിതി. അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണ് അല്ല സംഭവം. എല്ലാരും പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ പ്രേമിക്കണ്ട, അങ്ങനെ എല്ലാരും പറയണമല്ല. എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. എല്ലാരും പറഞ്ഞപ്പോ സൗഭാഗ്യം തോന്നി പ്രേമിക്കണം. കറക്റ്റ് ആളാണല്ലോ. ശരി, എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെ എല്ലാരും പറയത്തില്ലല്ലോ. എല്ലാരും പറയും ഇത് സൗഭാഗ്യക്ക് പറ്റിയ ആളെ കണ്ടുപിടിച്ചല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എപ്പോ കണ്ടുപിടിച്ചു? ആര്? അർജുൻ. ശരിയാണ്, ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് മനസ്സിലാക്കിയില്ല. അതാണ് ഇവിടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അല്ല ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളപ്പോഴേ സ്വാഭാവികയുടെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു കൂടുതൽ പറഞ്ഞ മറ്റേ ചേട്ടനായിട്ട് അത്ര കമ്പനി വേണ്ട കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു സ്വാഭാവിക അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയതാണ് അപ്പൊ ഇതിലെന്തോ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ആരും സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് ഇറങ്ങി സിനിമയുള്ളല്ലോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞേ നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നു, നീ ഇപ്പൊ ഈ പട്ടി വളർത്തണം കഥ പറഞ്ഞ ആടുത്തിരുന്നാണ്. ഞാൻ സൗഭാഗ്യം എടുത്തിരുന്നു. എടാ നീ സൗഭാഗ്യം കിട്ടും. ഞാൻ ചോദിച്ചപ്പോടാ ടീച്ചർ അതാ ഈ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പറയാൻ ഒരു മടിയായി. എപ്പോഴും ടീച്ചർ കാര്യമായിട്ടൊക്കെ നമ്മൾ തുറന്നത് മോനെ സൗഭാഗ്യം വിളിച്ചിട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് ആക്കി തരണേ, നിന്റെ കൂടെ ഞാൻ വിടുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോഴേ ഞാൻ എങ്ങനെ ചെന്ന് ടീച്ചർ എനിക്ക് ടീച്ചറിന്റെ മോളെ ഇഷ്ടം പന്ന പരിപാടിയായി. ടീച്ചർ അറിഞ്ഞില്ല കള്ളന്റെ കയ്യിലാണ് താക്കോലെന്ന് ടീച്ചർ അറിഞ്ഞില്ല. ഇതുപോലെ ഓരോ വിഷങ്ങൾ പറയുമെന്ന് എനിക്ക് അറിയരുത്. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇഷ്ടമുണ്ടായിട്ട് പറയാതിരുന്നത്. പക്ഷെ സൗഭാഗ്യ ഇപ്പൊ കുഞ്ഞിലെ മുതൽ, അതായത് ചെറിയ പ്രായം മുതൽ കാണുന്നതായിരിക്കുമല്ലോ. 5th സ്റ്റാൻഡേർഡ് മുതൽ. അപ്പൊ എന്താ ചേഞ്ചസ് എന്താ തോന്നിയത് ഇപ്പൊ ഭാര്യയായിട്ടിരിക്കുന്ന സൗഭാഗ്യക്കും അതിന് മുമ്പ് കുഞ്ഞിലെ കണ്ട അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുഞ്ഞിലെ കണ്ട മന്ദബുദ്ധി പെണ്ണ് ഇതൊക്കെ ഏതൊന്നും ടീച്ചറിന്റെ മോളാണ് തലയിട്ട് കുത്തി കൊടുക്കാത്തതെന്ന് കൊള്ളാം. എന്റെ ഫ്രണ്ടിൽ ഓരോ കുർത്തകൾ ഇറങ്ങുമ്പോ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു പറയണതാണ് എന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇല്ല ഒളിഞ്ഞു ഇത് ഇതിന്റെ ഒരു 2-3 പെറുങ്ങണി കേസുകളുണ്ട് കേട്ടോ. നമ്മളെ വല്ല ചെയ്യാൻ ഉടനെ വന്നോ എന്നിട്ട് എന്നെ തന്നെ വിളിക്കുക അറിഞ്ഞു ചേട്ടാ മമ്മി വരട്ടെ പറഞ്ഞു കൊടുക്കുക. അല്ല അങ്ങനെ നമ്മള് കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ ടെൻഡൻസി. കൊടുത്താ വടി നിന്നെ ഡാൻസ് പഠിക്കും എന്നെ കിട്ടും നിന്നെ കിഴുക്കെടുക്കും. കണ്ട അത്ര ഷാർപ്പായ ഒരു കുട്ടി എങ്ങനെ മന്ദബുദ്ധി വിളിക്കുന്നത്? എല്ലാ കള്ളത്തരം ഞാൻ പൊക്കും. കൃത്യം ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കും, അമ്മ വഴക്ക് പറയും. അയ്യോ പാവം.